ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലധികം പഞ്ചായത്തുകളിൽ UDF ഭരണത്തിലേറാൻ പോവുകയാണ്. അവിടെ നോക്കൂ, 60-ലധികം ഇടങ്ങളിൽ ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും. ഇപ്പോൾ ഒരു അന്തിമ വിജയം വരുമ്പോൾ അല്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണ് എന്ന് തീരുമാനിക്കുമ്പോൾ ഈ കണക്കുകൾ ഇനിയും മാറിവരും എന്നതിൽ സംശയമില്ല. നമുക്കിനി ഒരു ചെറിയൊരു കമ്പാരിസണിലേക്കാണ് പോകേണ്ടത്. എത്രത്തോളം വലിയ തിരിച്ചുവരവ് UDF നടത്തിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാകണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കാദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം, തെക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങാം. തിരുവനന്തപുരത്ത് ഇത്തവണ UDF കോർപ്പറേഷൻ അടക്കം ഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ഭരണം കിട്ടിയില്ല, 3ാം സ്ഥാനത്താണ്. എങ്കിലും വലിയ രീതിയിൽ സീറ്റ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആശ്വസിക്കാം. LDFന് വലിയ തിരിച്ചടി കോർപ്പറേഷനിലുണ്ടായി. നോക്കൂ, അവിടെ BJP NDA ഭരണത്തിലേറാൻ പോവുകയാണ് കോർപ്പറേഷനിൽ എന്നതാണ് വാസ്തവം. നമുക്ക് 2020-ലെയും 2025-ലെയും കണക്കുകൾ നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. ജില്ലാ പഞ്ചായത്തിന്റെ അവസ്ഥ നോക്കാം. ജില്ലാ പഞ്ചായത്തിൽ നോക്കൂ, LDF ആകെ ഇത്തവണ 28 വാർഡ് വിഭജനം കഴിഞ്ഞപ്പോൾ ഇത്തവണ 28 വാർഡാണ്. കഴിഞ്ഞ തവണ 26 ഉണ്ടായിരുന്നുള്ളൂ. 2020-ൽ 20 വാർഡുകൾ LDFനൊപ്പം നിന്നപ്പോൾ ഇത്തവണ 15 അത് ചുരുങ്ങിയിരിക്കുകയാണ്. 5 വാർഡുകൾ LDFനെ കൈവിട്ടിരിക്കുന്നു. ഇനി UDFന് നോക്കൂ, 2020-ൽ 6 വാർഡുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഇരട്ടിയായിരിക്കുകയാണ്. ഇരട്ടിയിലധികമായി 13 വാർഡുകൾ UDFനൊപ്പം നിന്നു. ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ NDAക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഇനി അതാണ് ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥിതി. കോർപ്പറേഷൻ നോക്കാം. കോർപ്പറേഷനിൽ 101 ഡിവിഷനുകൾ ഉണ്ടായിരുന്നു ഇത്തവണ. 2020-ൽ 100 ആയിരുന്നു. അതിൽ LDFന് 2020-ൽ 56 ഡിവിഷനുകൾ LDFനൊപ്പം നിന്നുവെങ്കിൽ അത് പകുതിയായി കുറയുന്ന കാഴ്ചയാണ്. 29 ഡിവിഷനിൽ മാത്രമേ LDFന് ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി UDFന്റെ നോക്കൂ, വലിയ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഉണ്ടായിട്ടില്ല. എങ്കിലും സീറ്റ് മെച്ചപ്പെടുത്തി എന്ന് UDFന് ആശ്വസിക്കാം. 10 ആയിരുന്നു 2020-ൽ, അതിപ്പോൾ 19 ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 9 വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു UDFന്. NDയുടെ കാര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ ND അവിടെ കോർപ്പറേഷനിൽ നേടിയിരിക്കുന്നു എന്നതാണ്. 34 ഡിവിഷനിലായിരുന്നു 2020-ൽ NDA വിജയിച്ചതെങ്കിൽ അത് ഉയർന്നിരിക്കുന്നു 50 ജയിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചിരിക്കുന്നത് എന്നതാണ്. ഇനി നമുക്ക് നഗരസഭയുടെ കാര്യം വളരെ വേഗത്തിൽ നോക്കാം. 4 നഗരസഭയുണ്ടായിരുന്നു. 2020-ൽ 4 LDFനൊപ്പം നിന്നു. ഇത്തവണ അതിൽ മാറ്റമുണ്ടായിട്ടില്ല. 4 നഗരസഭയും LDFനൊപ്പം തന്നെയാണ്. UDFനും NDAക്കും കാര്യമായ മെച്ചം ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം നമുക്കൊന്ന് വളരെ വേഗത്തിൽ നോക്കാം. 11 ബ്ലോക്ക് പഞ്ചായത്താണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ 2020-ൽ 10 ബ്ലോക്ക് പഞ്ചായത്ത് LDFനൊപ്പമായിരുന്നു. അത് പകുതിയായി കുറഞ്ഞു. 5 ബ്ലോക്ക് പഞ്ചായത്ത് നേടാൻ മാത്രമേ LDFന് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പക്ഷെ നോക്കൂ, UDF വലിയ തിരിച്ചുവരവ് തിരുവനന്തപുരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തിയിരിക്കുന്നു. ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് 2020-ൽ UDFനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ അത് 5 കൂടി പിടിച്ചിരിക്കുന്നു. 6 ബ്ലോക്ക് പഞ്ചായത്ത് UDFനൊപ്പം. NDAക്ക് കാര്യമായ നേട്ടം അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബ്ലോക്ക് തലത്തിൽ. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്താണ് നോക്കേണ്ടത്. തിരുവനന്തപുരത്ത് 73 ഗ്രാമപഞ്ചായത്തുകൾ. അതിൽ 2025-ൽ 36 ആയിരുന്നു. കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്നത് 53 ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ ഇടിവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് LDFന്റെ കാര്യത്തിൽ. 2020-ൽ UDFന് 16 ഗ്രാമപഞ്ചായത്തുകൾ. അത് ഇത്തവണ ഇരട്ടിയാക്കി 25 ഗ്രാമപഞ്ചായത്തുകൾ LDFനൊപ്പം നിന്നിരിക്കുന്നു. 6 NDAക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് തിരുവനന്തപുരത്ത് ഒരു പൊതുസ്ഥിതി. നോക്കാം, വലിയൊരു തിരിച്ചുവരവ് ബ്ലോക്ക് തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനിൽ തിരിച്ചടി നേരിട്ടു എങ്കിലും എന്താണ് അവിടെ വലിയ ഒരു ഫാക്ടറായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് നോക്കാം. മഹേഷ് പോലൂർ വിശദമായി നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഒരു സ്ഥിതി വിശദീകരിക്കും. ഈ ബാലറ്റ് റൈഡിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അടക്കം യാത്ര നടത്തിയ ആൾ കൂടിയാണ് മഹേഷ്. മഹേഷ്, എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? തിരുവനന്തപുരത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നഗരസഭയിലെ അവരുടെ ഭരണം പോയത് തന്നെയാണ്. ഭരണം പോയി എന്ന് മാത്രമല്ല, അവിടെ NDA ഭരണത്തിലേക്ക് വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. ക്ഷമിക്കണം, കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ NDA വരുന്നു. LDFന് വലിയ തിരിച്ചടി അവിടെ ഉണ്ടാകും. നോക്കൂ, ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് നേരത്തെ പറഞ്ഞു, പക്ഷേ ഈ കണക്കാണ് ഇതിൽ ഏറ്റവും ആകർഷകമായി നമ്മൾ കാണേണ്ടത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വർക്കല ഈ 4 നഗരസഭകളിലും LDF അവരുടെ കുത്തക തുടർന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ സീറ്റിൽ വലിയ തോതിലുള്ള കുറവ് നമുക്കവിടെ പ്രകടവുമാണ്. അതായത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നഗരസഭകളുടെ അധികാരത്തിൽ LDF വരുമ്പോഴും വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു കണക്കാണിത്. നോക്കൂ, NDAയുടെ
50 സീറ്റ് പ്രകടനം നമുക്കവിടെ വ്യക്തമായി കാണാം. ഇതൊക്കെ അതിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരാണ്. ആ പേരിൽ 2 പേരുകൾ, 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പേര് വളരെ ക്രൂഷ്യലാണ്. ഒന്ന് പച്ചൂർ രാധാകൃഷ്ണൻ, കണ്ണമൂലയിൽ വിജയിച്ച പച്ചൂർ രാധാകൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ സുധീഷ് കുമാർ. ഈ 2 പേരുടെ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. വലിയ ക്ഷീണം LDF-ന് തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു. ഏറ്റവും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിയിലാണ്. ഗ്രാമപഞ്ചായത്തുകളിലും വലിയ വോട്ട് ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരി.